ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷമുള്ള 2 സ്പൂൺ അളവിൽ നാരങ്ങയുടെ നീരാണ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 5 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഒരു കുഞ്ഞ് ഏലക്കായും ഒരു ചെറുമാതിരി കഷ്ണം ഇഞ്ചി കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി മുറിയാണ് ചിരകിയ ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഈ 3 സാധനത്തിൻ്റെ അളവുണ്ടല്ലോ, നമ്മുടെ ക്യാരറ്റ്, ഇഞ്ചി, അതുപോലെ തന്നെ ഏലക്ക. ഇതിൻ്റെ ഒന്നും അളവ് ഒരിക്കലും കൂടാതെ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും അല്പം മതി. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ഏലക്കായും ഇഞ്ചിയൊന്നും നന്നായിട്ട് അങ്ങനെ ചതഞ്ഞരഞ്ഞ് വരണമെന്നൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ജ്യൂസിലേക്ക് ഒരല്പം കിട്ടിയാൽ തന്നെ മതിയാകും. കൂടി പോകാതെ ശ്രദ്ധിക്കാം. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അളവിൽ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ 1 ഗ്ലാസ് അളവിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് അളവിൽ കൂടി നമ്മുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി നമുക്കിതിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. നമ്മൾ എന്നും ഒരുമാതിരി തന്നെ തയ്യാറാക്കുന്നതിനേക്കാളും ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് 2 ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കളറാണ്, അതുപോലെ തന്നെയാണ് കഴിക്കുമ്പോഴും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.